നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. അക്കിക്കാവ് സെന്ററിൽ KSRTC ലോ ഫ്ലോർ ബസ് നിയന്ത്രണമിട്ട് റോഡരികിലെ പൂട്ടിക്കിടന്ന കടയിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. യാത്രക്കാരുൾപ്പെടെ 8 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാത്രി 10:45 താഴത്തെ അക്കിക്കാവ് സെന്ററിലായിരുന്നു അപകടം. കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ലോ ഫ്ലോർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എറണാകുളം കുമ്പളങ്ങി പന്നാമ്പള്ളി വീട്ടിൽ ജോർജ് പി ജോസഫാണ് മരിച്ചത്. 49 വയസ്സാണ്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ നിന്നും അശ്രദ്ധമായി സംസ്ഥാന പാതയിലേക്ക് കയറിയ കാറിൽ തട്ടാതിരിക്കാൻ ഡ്രൈവർ ബസ് വെട്ടിച്ചപ്പോഴാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. നിയന്ത്രണം നഷ്ടമായ ബസ് റോഡരികിലെ പൂട്ടിക്കിടന്ന കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓടിട്ട പഴയ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ ബസ്സിനുള്ളിലേക്ക് തകർന്നു വീണു. ബസ്സിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്ന് 1 മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ കോഴിക്കോട് ഫവാസ് വീട്ടിൽ ഐമൻ അക്ബർ, വയനാട് മാരിപ്പോട് സന്നിക, പല്ലൂർക്കാവ് തൂമുക്കൽ സോഫിയ തോമസ്, തൃശൂർ ഒല്ലൂർ ചോൻകുളങ്ങര അഭിനവ് കൃഷ്ണ, കോഴിക്കോട് മുറിക്കൽ ചിറ വിപിൻ എന്നിവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ നാട്ടുകാരായ 3ഓളം പേർക്കും പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഏറെ നേരം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ PA മാധവൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ മുണ്ടൂരിൽ വീടിനടുത്ത് വെച്ചുണ്ടായ വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് എറണാകുളത്ത് റിനെ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രി 11:15 2011-2016 കാലഘട്ടത്തിൽ മണലൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭാംഗമായിരുന്നു. 13 വയസ്സ് മുതൽ തന്നെ സജീവ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന അദ്ദേഹം വിമോചന സമരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, ജില്ലാ ജനറൽ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അംഗം, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഐക്യജനാധിപത്യ മുന്നണി ജില്ലാ ചെയർമാൻ, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ്, സീതാറാം സ്പിന്നിംഗ് ആൻഡ് വീവിംഗ് മിൽസ് ഡയറക്ടർ, മാള കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽസ് ചെയർമാൻ, മത്സ്യ വിൽപ്പന തൊഴിലാളി സഹകരണ സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് എന്നീ നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി ട്രേഡ് യൂണിയനുകളുടെ ഭാരവാഹിയായി പ്രവർത്തിച്ച് വരുന്നതിനിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപുണ്ടായ അപകടത്തിലാണ് സാരമായി പരിക്കേറ്റത്. വീടിന് സമീപത്തുവെച്ച് വാഹനം ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. അപകടത്തിൽ സംശയമുയർത്തി കുടുംബം നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം DCC ഓഫീസിൽ പൊതുദർശനമുണ്ടായിരിക്കും. ഉച്ചതിരിഞ്ഞ് മുണ്ടൂരിലെ വീട്ടിലെത്തിക്കുന്ന മൃതദേഹം വ്യാഴാഴ്ച സംസ്കരിക്കും. സാവിത്രി ഭാര്യയും സമീർ, സമോദ് എന്നിവർ മക്കളുമാണ്. തെരുവുനായ ശല്യം മൂലം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പ് അവധി നൽകിയ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂൾ ബുധനാഴ്ച സാധാരണ നിലയിൽ പ്രവർത്തിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും ആശ്വാസത്തിൽ. കഴിഞ്ഞ ദിവസം മേഖലയിലെ നായ്ക്കളെ പിടികൂടി ഷെൽട്ടറിലേക്ക് മാറ്റിയതോടെയാണ് വിദ്യാലയം ബുധനാഴ്ച തുറന്നു പ്രവർത്തിച്ചത്. പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച പട്ടിപിടുത്തം രാത്രി വരെ തുടർന്നു. രാവിലെ മുതൽ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിലേക്ക് എത്തിത്തുടങ്ങി. പ്രധാന അധ്യാപിക ഷീജ ജോസിന്റെ നേതൃത്വത്തിൽ കുട്ടികളെ വിദ്യാലയത്തിലേക്ക് സ്വീകരിച്ചു. കുട്ടികളെ വിദ്യാലയത്തിലേക്ക് വിടുന്നതിൽ ആശങ്ക ഉണ്ടായിരുന്നുവെന്നും പട്ടികളെ പിടികൂടിയതോടെ ആശ്വാസത്തിലാണെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. കുട്ടികളെ വിടാനൊക്കെ നല്ല പേടിയായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് എല്ലാം നല്ല രീതിക്ക് പോകണം. ഭീതിയില്ലാതെ സാധാരണ ദിവസങ്ങളിൽ വരുന്നത് പോലെ കളിച്ചിരികളുമായാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തിയത്. ക്ലാസുകളും സാധാരണ ദിവസങ്ങളിലെ പോലെ തന്നെ പ്രവർത്തിച്ചു. പട്ടികളെ പിടികൂടിയെങ്കിലും ചെറിയ ആശങ്ക നിലനിൽക്കുന്നുണ്ടെന്ന് പ്രധാന അധ്യാപിക ഷീജ ടീച്ചറും PTA പ്രസിഡന്റ് CD പരമേശ്വരനും പറഞ്ഞു. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കണ്ടിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ട്. വരുമ്പോഴായാലും പട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ആ സംഖ്യയൊക്കെ നമ്മൾ ഒഴിഞ്ഞു. നമ്മുടെ സ്കൂളിൽ പഠിച്ചിരുന്ന അമ്മപ്പട്ടിയും അതുപോലെ കുഞ്ഞുങ്ങളും മറ്റു നായ്ക്കളൊക്കെ പിടിച്ച് ഷെൽട്ടറിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു താൽക്കാലിക പരിഹാരം നമുക്കായിട്ടുണ്ട്. അതൊക്കെ വളരെ സന്തോഷത്തോടെ വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. പഞ്ചായത്ത് നമുക്ക് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇന്ന് ഒരുക്കിയിട്ടുണ്ട്. എങ്കിലും ഒരു ചെറിയ ആശങ്കയും ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മതിലിനും മീതത്തിലാണ് പട്ടികളിൽ നിന്ന് കൂടുതലും പ്രവേശിക്കും. സ്കൂളിന്റെ ചുറ്റുമതിൽ ചാടിക്കടന്ന് പട്ടികൾ വരാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് ഇടപെട്ട് ചുറ്റുമതിലിന്റെ ഉയരം
വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പ്രധാന അധ്യാപികയും PTA പ്രസിഡന്റും പറഞ്ഞു. 2 ദിവസത്തെ അവധിക്ക് ശേഷം വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചതിന്റെ ഭാഗമായി പഞ്ചായത്ത് അധികാരികളും രക്ഷിതാക്കളും നാട്ടുകാരും സ്കൂളിലെത്തിയിരുന്നു. 1 ലക്ഷത്തിലധികം ഈർക്കിൽ കഷ്ണങ്ങൾ കൊണ്ട് പാലൂർ പള്ളി മോഡൽ നിർമ്മിച്ച കോട്ടപ്പടിയിലെ കലാകാരൻ ബിജു മാറോക്കിയെ കോട്ടപ്പടി സാംസ്കാരിക കൂട്ടായ്മയായ കോട്ടപ്പടി സ്റ്റോറീസ് ആദരിച്ചു. പ്രസിഡന്റ് സെബി താണിക്കൽ, വൈസ് പ്രസിഡന്റ് ലെൻസൺ കാക്കശ്ശേരി, സെക്രട്ടറി ജെയ്സൺ NJ, പ്രോഗ്രാം കോർഡിനേറ്റർ ആൽവിൻ കോട്ടപ്പടി എന്നിവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വേലൂർ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. വേലൂർ പെൻഷൻ ഭവനിൽ നടന്ന കൺവെൻഷൻ KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി CO കൊച്ചു മാത്യു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ചാൾസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി C നാരായണൻ, ജോൺ ജോഫി, KL തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പച്ചക്കറിത്തൈ വിതരണം ചെയ്തു. ദേശീയ ദുരന്ത പ്രതികരണ സേന NDRFന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നു. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കുന്നംകുളം നഗരസഭ മിനി ടൗൺ ഹാളിൽ നടത്തുന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ അഞ്ഞൂർ വില്ലേജ് മരോട്ടിക്കുന്ന് പ്രദേശത്തെ ജനങ്ങളും പൊതുജനങ്ങളും ജനപ്രതിനിധികളും പങ്കെടുക്കണമെന്ന് NDRF അധികൃതർ അറിയിച്ചു. കാഞ്ഞിരമുക്ക് MG സ്കൂൾ വിദ്യാർത്ഥികൾ കാഞ്ഞിരത്തിങ്ങൽ യുവജന വായനശാല സന്ദർശിച്ചു. വായനശാലയിലെ വിവിധ വിഭാഗങ്ങൾ, പുസ്തകങ്ങളുടെ ക്രമീകരണം, അംഗത്വ നടപടികൾ എന്നിവയെക്കുറിച്ച് സെക്രട്ടറി റോയ്സൺ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു. കുട്ടികൾ താളിയോലകൾ പരിചയപ്പെട്ടു. സന്ദർശനത്തിന് പ്രധാന അധ്യാപിക ഷൈജി തമ്പി, അധ്യാപകരായ സിബിൻ വർഗീസ്, റസീന CA, സൂര്യഹരി എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം യങ് മൈൻഡ്സ് വിമൻസ് ക്ലബ്ബ് ഡോക്ടേഴ്സ് ഡേയിൽ സീനിയർ ഡോക്ടറായ കുഞ്ഞമ്മ മാത്യുവിനെ ആദരിച്ചു. ചടങ്ങിൽ പ്രസിഡന്റ് ലിൻഡ ഡേവിസ്, സെക്രട്ടറി AC സുനിത, മറ്റു ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ചരമം. കാട്ടകമ്പൽ കിഴക്കുമുറി തച്ചിലത്ത് പരേതനായ ശിവശങ്കരൻ നായരുടെ ഭാര്യ രാധ നിര്യാതയായി. 67 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. അജീഷ്, അനീഷ് എന്നിവർ മക്കളാണ്. ചെറുവത്താണി കോരങ്ങത്ത് വേലു മകൻ രാഘവൻ നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം 2 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പരേതയായ സരസ്വതി ഭാര്യയാണ്. ഷീബ, ഷിജു എന്നിവർ മക്കളാണ്. മഴുവഞ്ചേരി കൂത്തൂർ വെള്ളാട്ടുകര വാറു മകൾ റീത്ത നിര്യാതയായി. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ സെമിത്തേരിയിൽ നടക്കും. ഫ്രാൻസിസ്, സിസ്റ്റർ റോസ് കിരൺ, സിസ്റ്റർ തെരേസ, ലില്ലി ആന്റണി ജോസഫ്, പരേതരായ LC തോമസ്, ലിവീസ്, സിസ്റ്റർ ജൂലിയാന എന്നിവർ സഹോദരങ്ങളാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.